നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ ഡാം അപകടത്തിലാണെന്ന് ബോധ്യപ്പെട്ടിട്ടും തങ്ങളുടെ അവകാശമാണെന്ന കടുംപിടുത്തത്തിലിരിക്കുന്ന തമിഴ്നാടിന് കരാറിലുള്ള അവകാശത്തെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്ത് കേരളം. കേരളത്തിന്റെ വാദങ്ങൾ മുഖവിലക്കെടുത്ത് കേസിൽ സുപ്രീം കോടതി അഭിപ്രായം തേടിയതോടെ വിഷയം വീണ്ടും ചൂടുപിടിച്ചു. 1886 മുല്ലപ്പെരിയാർ പാട്ടക്കരാറിന്റെ സാധുത പരിശോധിക്കുകയാണ് സുപ്രീം കോടതി. സ്വാതന്ത്ര്യത്തിന് മുൻപുണ്ടാക്കിയ കരാറിന് നിലവിൽ സാധുതയുണ്ടോ എന്നാണ് പരിശോധന. പാട്ടക്കരാർ സാധുവെന്ന് 2014 കോടതി ഉത്തരവിട്ടിരുന്നു. സ്വാതന്ത്ര്യത്തിനു മുമ്പ് തിരുവിതാംകൂറിന് വേണ്ടി ദിവാനും അന്നത്തെ ബ്രിട്ടീഷ് സർക്കാരിന് വേണ്ടി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും തമ്മിൽ ഏർപ്പെട്ട കരാറിൽ തമിഴ്നാടിന് അവകാശമില്ലെന്ന കേരളത്തിന്റെ വാദമാണ് പുതിയ നിയമ പോരാട്ടത്തിന് വഴി തുറക്കുന്നത്. ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന വിധി എന്തായാലും അത് രാജ്യത്തിന്റെ നിയമചരിത്രത്തിൽ നാഴികക്കല്ലാകുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ദീർഘകാലമായി മുല്ലപ്പെരിയാർ കേസ് നടത്തുന്ന കേരള സർക്കാരിന്റെ നിയമസഭയിലെ സാങ്കേതിക വിദഗ്ധനായ KCB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ജെയിംസ് വിൽസൺ, അഡ്വക്കേറ്റ് ജനറൽ K. ഗോപാലകൃഷ്ണക്കുറുപ്പ്, മുതിർന്ന അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത, അന്തർ സംസ്ഥാന നദീജല വകുപ്പ് ചീഫ് എഞ്ചിനീയർ പ്രിയേഷ്ണ, സ്പെഷ്യൽ കൌൺസിൽ G. പ്രകാശ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഗവേഷണത്തിനൊടുവിൽ നിർണായക വിവരം കണ്ടെത്തിയിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അവകാശം തമിഴ്നാടിനാണെന്ന് മുമ്പ് വിധിച്ച 5 അംഗ ബെഞ്ചിനു മുമ്പിൽ തന്നെ ഇക്കാര്യം ഉയർന്നു വന്നിരുന്നു. എന്നാൽ അന്നത്തെ കേസിന്റെ പരിഗണനാ വിഷയങ്ങളിൽ ഇക്കാര്യം ഇല്ലാതിരുന്നതുകൊണ്ട് വിഷയത്തിലേക്ക് കൂടുതൽ കടക്കാതെ സുപ്രീം കോടതി ഡാമിന്റെ അവകാശവാദം തമിഴ്നാടിന് നൽകുകയായിരുന്നു. തുടർന്ന് മുല്ലപ്പെരിയാർ ഭാഗത്തെ കാർ പാർക്കിംഗുമായി ബന്ധപ്പെട്ട കേരള സർക്കാരിന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്ത് തമിഴ്നാട് കോടതിയെ സമീപിച്ചതോടെയാണ് വിഷയം വീണ്ടും ഉയർന്നു വന്നത്. പാർക്കിംഗ് കേസിൽ സുപ്രീം കോടതിയും ഹരിത ട്രിബ്യൂണലും ആദ്യം തമിഴ്നാടിന് അനുകൂലമായ വിധിയാണ് പ്രഖ്യാപിച്ചത്. അതിന്റെ പുനഃപരിശോധനാ ഹർജിയാണ് പുതിയ തലങ്ങളിലേക്ക് നീങ്ങുന്നത്. മുല്ലപ്പെരിയാർ കരാർ തമിഴ്നാടിനെ അവകാശമാക്കിയ ബ്രിട്ടീഷ് സർക്കാർ 1935 കൊണ്ടുവന്ന നിയമത്തിലെ 177 വകുപ്പാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് വന്നതോടെ 1935 നിയമം കാലഹരണപ്പെടുകയും അതിലെ 177 വകുപ്പ് പ്രകാരം ആക്ട് റദ്ദാക്കുകയും ചെയ്തുവെങ്കിലും നിർണായക പ്രാധാന്യമുള്ള വിഷയങ്ങൾ താൽക്കാലികമായി നിലനിൽക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. നേരത്തെ 5 അംഗ ഭരണഘടനാ ബെഞ്ചിൽ കേസ് നടക്കുമ്പോൾ ഈ വകുപ്പ് ചൂണ്ടിക്കാട്ടിയാണ് ഡാമിൽ തങ്ങളുടെ അവകാശവാദം തമിഴ്നാട് സ്ഥാപിച്ചത്. എന്നാൽ അത്തരം വകുപ്പ് നിലനിൽക്കില്ലെന്ന വാദമാണ് കേരളം പുതുതായി ഉയർത്തുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന് ശേഷം സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന വേളയിൽ അതിനെ തണുപ്പിക്കുന്നതിനായി നാട്ടുരാജ്യങ്ങളുടെ ഫെഡറേഷൻ രൂപീകരിക്കുന്നതിനായി കൊണ്ടുവന്നതാണ് 1935 ആക്ട്. മദ്രാസ് പ്രൊവിൻസോ തിരുവിതാംകൂർ രാജ്യമോ അതിൽ ഭാഗമായിരുന്നില്ല. ഇവർ മാത്രമല്ല, ഒട്ടുമിക്ക രാജ്യങ്ങളും ആ നിയമത്തെ അംഗീകരിക്കാത്തതുകൊണ്ട് തന്നെ അത്തരമൊരു ഫെഡറേഷൻ രൂപീകരിക്കുകയോ നിലവിൽ വരികയോ ചെയ്തിരുന്നില്ല. ആ സാഹചര്യത്തിൽ ആ നിയമത്തിലെ 177 വകുപ്പ് നിലനിൽക്കില്ലെന്നാണ് കേരളം ഇപ്പോൾ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് തിരുവിതാംകൂർ ദിവാനും ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റിനു വേണ്ടി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും തമ്മിൽ ഏർപ്പെട്ട കരാർ പ്രകാരം ഇതിന്റെ അവകാശം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണെന്നാണ് കേരളം പുതിയ സ്യൂട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. നേരത്തെ കേസ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടാത്തത് ഇതുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ അജ്ഞതയാണെന്ന് വിശദീകരിച്ചു. കേരളത്തിന്റെ വാദം പരിഗണിച്ചുകൊണ്ട് ജസ്റ്റിസ് അഭയ് S. ഓക്കെയും ജസ്റ്റിസ് അഗസ്റ്റീൻ ജോർജ് മസീഹും അടങ്ങുന്ന ബെഞ്ച് ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. 8 ആഴ്ചയ്ക്കകം വാദത്തിന് ആധാരമായ വിവരങ്ങൾ സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു. കേരളത്തിന്റെ ഈ വാദമുഖം വീണ്ടും പരിഗണനയ്ക്ക് വരികയാണെങ്കിൽ അത് ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ നിർണായകമായ ഒരു വിധിയായിരിക്കും വഴിവെക്കുക. കേസിൽ കഴമ്പുണ്ടെങ്കിൽ 5 അംഗ ബെഞ്ചിന്റെ വിധി മറികടക്കാൻ 7 അംഗ ബെഞ്ച് രൂപീകരിച്ചായിരിക്കും നിയമ നടപടികൾ നടക്കുകയെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. അതിനിടെ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയുടെ അനാവശ്യ പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി അഭ്യർത്ഥിച്ചു. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഓഗസ്റ്റ് 3 വൈകിട്ട് 4 മണി വരെ 131.75 അടിയാണെന്ന് കളക്ടർ അറിയിച്ചു. ഡാമിന്റെ ഇപ്പോഴത്തെ റൂൾ ലെവൽ പ്രകാരം ജലനിരപ്പ് 137 അടിയിലെത്തിയാൽ മാത്രമേ ഡാം തുറക്കേണ്ട സാഹചര്യമുള്ളൂ. നിലവിൽ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴയും ഡാമിലേക്കുള്ള നീരൊഴുക്കും കുറഞ്ഞിട്ടുണ്ട്. ഷട്ടർ തുറക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ടെന്നും കളക്ടർ വ്യക്തമാക്കി. ജനങ്ങളെ ഭയപ്പെടുത്തുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയുടെ വ്യാപക പ്രചരണം നടക്കുന്ന സാഹചര്യത്തിലാണ് വസ്തുതകൾ വ്യക്തമാക്കിയത്. സോഷ്യൽ മീഡിയ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കണമെന്നും കളക്ടർ പറഞ്ഞു. വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞതിനാൽ ഡാമിലേക്കുള്ള നീരൊഴുക്കിൽ കാര്യമായ കുറവുണ്ട്. കൂടാതെ മൂലമറ്റം പവർ ഹൌസിൽ 12.5 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപാദനവും നടക്കുന്നുണ്ട്. ജനങ്ങളെ ഭയപ്പെടുത്തുന്ന തരത്തിൽ ഡാമുകളുമായി ബന്ധപ്പെട്ട അനാവശ്യ പ്രചരണങ്ങൾ ഒഴിവാക്കണമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ അഭ്യർത്ഥന. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.